ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബറാത്തൊക്കെ ആവാനായില്ലേ. അപ്പോൾ നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ ബറാത്തിന് ഉണ്ടാക്കുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രണ്ട് പായസം ഉണ്ട്. ഒന്ന് ഈ ഒരു ഗോതമ്പും കടലപ്പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള പായസം, വേറെ ഒന്ന് കായ്ക്കറി എന്ന് പറയും അതും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ നിർബന്ധമായിട്ട് ബറാത്തിൻ്റെ അന്ന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ നാട്ടിലും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഏത് പായസം ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പായസത്തിലേക്ക് വേണ്ടുന്ന ഗോതമ്പൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പ് അളവിൽ, അതായത് 250 ml 1 കപ്പ് അളവിൽ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് എന്ന് പറയുന്നത് ഈ ഒരു കുത്തിയ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ അൽസ ഹരീസൊക്കെ വെക്കുന്ന ഗോതമ്പുണ്ടല്ലോ, ആ ഒരു ഗോതമ്പാണ് ഈ ഒരു പായസത്തിലേക്ക് വേണ്ടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കുത്തിയ ഗോതമ്പ് എന്നാണ് കേട്ടോ പറയാറ്, അല്ലെങ്കിൽ അൽസ ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ളത് ഇതിപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗോതമ്പിന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ചുരുങ്ങി അതൊരു 3-4 മണിക്കൂർ എന്തായാലും കുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് കുക്കിംഗ് ടൈം കുറഞ്ഞ് കിട്ടും. പിന്നെ ഇതുപോലെ കുതിർത്ത് വെക്കണമെന്നില്ല, ഡയറക്റ്റ് കഴുകിയെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ നന്നായിട്ട് കുറച്ചധികം തന്നെ കുക്കിംഗ് സമയം വരും, അതുകൊണ്ടാണ് കുതിർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും നമ്മുടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് ഏതാണ്ട് ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. നല്ലപോലെ സോഫ്റ്റായി വരും കേട്ടോ ഇതുപോലെ. ഇനി ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗോതമ്പിനെ ഞാൻ ഇതുപോലെ കുക്കറിലേക്ക് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 2 ബൗളിലായിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ ബൗൾ നിങ്ങൾ കാണുന്നത് 5 കപ്പ് അളവിൽ 2ാം പാലാണ് തേങ്ങയുടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ബൗളിൽ നല്ല കട്ടിയുള്ള 2 കപ്പ് അളവിൽ 1ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2ാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗോതമ്പിനെ വേവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ടോട്ടലി ഞാൻ എടുത്തിട്ടുള്ള തേങ്ങയുടെ അളവ് എന്ന് പറയുന്നത് ഒരു തേങ്ങ ഫുള്ളും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫ്, അതായത് 1.5 തേങ്ങയുടെ പാലാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2ാം പാലിനെ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു 2-3 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രക്ക് മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിൽ മാത്രമേ കേട്ടോ, കറക്റ്റ് 4 വിസിലാണ് വേവാൻ അടിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടേത് ചിലപ്പോൾ 5 6 അത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെത് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ വെന്തൊടച്ച് ഭയങ്കര പേസ്റ്റായ പോലെ ആവുമല്ലോ ഗോതമ്പ് വെന്ത് ആ ഒരു ടെക്സ്ചറിൽ മാത്രം എടുക്കരുത്, അതൊന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഗോതമ്പ് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പും കൂടി ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ വടയൊക്കെ ചുടുന്ന പരിപ്പില്ലേ അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഗോതമ്പ് എടുക്കുന്നോ അതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് തന്നെ എടുക്കട്ടെ, എങ്കിലേ നല്ല രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പ് പരിപ്പാണ്, എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കടലപ്പരിപ്പ് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വെള്ളം തന്നെ, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിനെ കളയുന്നില്ല, വെന്തതിന് ശേഷം ഡയറക്റ്റ് പായസത്തിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 2-3 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കാരണം ഞാൻ കുതിർക്കാതെ വേവിക്കുന്നത് കൊണ്ട് 2 വിസിൽ, കുതിർത്തിട്ടാണെങ്കിൽ ഒരൊറ്റ വിസിൽ മാത്രമേ വേണ്ടുള്ളൂ. ചില പരിപ്പിൻ്റെ വേവിൽ വ്യത്യാസം വരുമേ. ഇപ്പോൾ ഇതാ 4 വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഉടനെ തന്നെ ഞാൻ അടുപ്പ് തുറന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ലപോലെ വെള്ളമൊന്നും വറ്റിയിട്ടും അടിക്ക് പിടിച്ചിട്ടും ഒന്നുമില്ല. നന്നായിട്ട് ഗോതമ്പും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏതിലാണോ പായസം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാനിലേക്ക് ഈ കുക്കറിൽ നിന്ന് ഗോതമ്പ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതാ നമ്മുടെ കടലപ്പരിപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലായ ഉടനെ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. കണ്ടില്ലേ? പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കടലപ്പരിപ്പ് ഒട്ടും തന്നെ വെന്തുടയാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ 2 വിസിലേ അടിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് 1 വിസിലേ വേണ്ടി വരുള്ളൂ. കാരണം കുതിർത്ത് വെച്ചിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, പായസത്തിൽ നിന്ന് കടിക്കാൻ കിട്ടാതിരുന്നാൽ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ എടുക്കുക, പായസം നിന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ പായസം ഒഴിച്ചിട്ടുള്ള പാനില്ലേ, ഗോതമ്പ് ഒഴിച്ചിട്ടില്ല, ആ പാനിനായി ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിലാണോ ഗോതമ്പും പരിപ്പൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു കപ്പ് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. ഇത് കറക്റ്റ് മധുരമാണ്, ഒട്ടും കുറക്കാനൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരമാണ്. ഇതിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി വരട്ടെ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പഞ്ചസാരയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്, കാരണം കുറച്ചുകൂടി ലൂസായല്ലോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് മൊത്തത്തിലായിട്ട് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു പഞ്ചസാര പരിപ്പിലും ഗോതമ്പിലും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ, മധുരം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പം കുറച്ചധികം തന്നെ ലൂസില്ല. അപ്പോൾ ഇത്രത്തോളം ലൂസിൽ നമ്മൾ 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പായസം ആകപ്പാടെ വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഈ ഒരു ലൂസിൽ ഒഴിക്കാൻ പാടില്ല. നന്നായിട്ട് തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുകി വരട്ടെ, ഒരുപാട് കുറുക്കി എടുക്കേണ്ട, കുറച്ചൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് മധുരമൊക്കെ നന്നായിട്ട് നമ്മുടെ ഗോതമ്പിലൊക്കെ ഒന്ന് പിടിച്ചും കിട്ടട്ടെ. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, ഒട്ടും മൈൻഡ് ചെയ്യാതെ നിൽക്കരുത് കേട്ടോ. കാരണം തേങ്ങാപ്പാലൊക്കെ ചെയ്യുന്നതല്ല, പെട്ടെന്ന് തന്നെ നമ്മൾ തീയും കൂട്ടി വെച്ചതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വേറെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേവിൻ്റെ കടലപ്പരിപ്പിൻ്റെ ഒക്കെ വേവിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. കാരണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഉടയാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. കുറച്ചൊന്ന് വേവ് കുറച്ചിട്ട് നമുക്ക് ആ ഒരു കടിക്കാൻ പറ്റുന്ന ടെക്സ്ചർ ഇല്ലേ, ആ ഒരു രീതിക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്, ഒരുപാട് കുറുക്കി എടുക്കുന്നില്ല, ഇത്രയും മതി. അപ്പോൾ ഇത്രത്തോളം നല്ലപോലെ കുറുകിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചിട്ടില്ല 1/4 പാൽ, 2 കപ്പ് നല്ല കട്ടിയുള്ള 1/4 പാൽ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ കുറുകിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം വെള്ളം പോലെ ഇരിക്കുന്ന സമയത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങയുടെ 1/4 പാൽ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ലാതെ പാലൊഴിക്കുമ്പം തന്നെ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, നന്നായിട്ട് തിള വരുന്ന സമയത്താകുമ്പോൾ അങ്ങനെ പാടില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യട്ടോ, മധുരമോ അല്ലെങ്കിൽ ഏലക്കയുടെ ഫ്ലേവറോ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പായസം റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തിളക്കുന്നതിന് തൊട്ട് മുന്നേ ചെറിയ രീതിക്ക് മിഡിൽ നിന്ന് ബബിൾസ് വരാൻ തുടങ്ങുമല്ലോ, ആ ഒരു സമയമാകുമ്പോൾ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ രീതിക്ക് ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ചെറിയ രീതിക്ക് ബബിൾസ് മിഡിൽ നിന്നൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിൻ്റെ പായസത്തിൽ ലാസ്റ്റ് ഉപ്പിടാനേ എന്നുള്ളത്. ഇതിൽ ഞാൻ ഉപ്പിടുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി ഗോതമ്പും പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ, 2-3 നുള്ളാക്കിയിട്ട്. അത് ടേസ്റ്റ് ബാലൻസ് ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, ആരും പൊതുവേ അങ്ങനെ ചേർക്കാറുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതുപോലെ നെയ്യും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ പായസം ഇരിക്കേണ്ടത്. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചൂടാറിട്ട് നമ്മൾ കുടിക്കാനാകുന്ന സമയമാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ഈ ഒരു പായസത്തിൻ്റെ പ്രത്യേകത ഓവർ ലൂസായിട്ട് നമ്മൾ കുടിക്കാറില്ല കേട്ടോ, കുറച്ചൊരു കട്ടിയോട് കൂടി തന്നെ കുടിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ഗോതമ്പും കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. വെറുതെ പറയല്ല കേട്ടോ, ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നല്ലേ. ഇതാണ് കേട്ടോ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇതിൻ്റെ കുടിക്കാൻ ഇങ്ങനെയാണ് ടേസ്റ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടലപ്പരിപ്പും ഗോതമ്പൊക്കെ കറക്റ്റ് വേവ് തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഉടഞ്ഞു കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൽ നിന്ന് കടിക്കുന്ന സമയത്താണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇപ്രാവശ്യത്തെ ബറാത്തിന് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ, ഈ ഒരു പായസം തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്